ഹായ്, നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല. ടൂറ് പോയിരിക്കുകയായിരുന്നു സ്വദേശത്തേക്ക്. ഇവിടെ ആരാണ്ടൊക്കെ ഗീർവാടം പറഞ്ഞു വെച്ചിരുന്നു, എന്നെ ചെങ്ങന്നൂർ കണ്ടാൽ കൈ വെട്ടുവന്നോ കാല് വെട്ടുവന്നോ കാല് തല്ലി ഓടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും അറിയാവുന്ന കണ്ട് 5-6 ദിവസം അവിടെ നിന്ന് ഒരു മൈലുകളും വന്നില്ല കാല് വെട്ടാനും കൈ വെട്ടാനും ഒന്നും. പോട്ടെ, നമ്മൾ പിന്നെ ക്ഷമിക്കുക, അല്ല ഇപ്പം എന്ത് ചെയ്യാനാ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളത് അറിയണം. നിങ്ങൾ പിണറായി വിജയന്റെ കമ്മ്യൂണിസത്തെ പറ്റിയിട്ടും കോൾമേൽ കൊള്ളുന്നവരായതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് കേൾക്കണം. ഒരു പെക്കടിക്കട്ടെ. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. നാട്ടിലിപ്പൊ പെക്കടിക്കാരെല്ലാം പരസ്പരം വെട്ടും കുത്തും കൊലയൊക്കെയാണ്. അതിനിടയ്ക്ക് പിന്നെ നമ്മൾ ഒരു ചെറിയ പെക്ക്, പക്ഷെ നമ്മുടെ പെക്കിന് ആവി പറക്കുന്ന പെക്ക കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുതേ. തന്നെ ഒരിച്ചിരി പഞ്ചാര ഇരിച്ചിരി കാപ്പൊടിയൊക്കെ ഇട്ട് പാവങ്ങളെ പെഗ്. നമുക്ക് അതിനെയൊക്കെ ഗതിയുള്ളു. നാട് കൊള്ളയടിക്കാനും പിടിച്ചു പറിക്കാനും ഒന്നും നമുക്ക് ആവതില്ലല്ലോ, ശേഷിയില്ലല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതവിടെ നിൽക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് പുതുക്കി പണിയാൻ ചെങ്ങന്നൂർ പോകേണ്ടി വന്നു. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കഥ ഇച്ചിരി വലിപ്പമുള്ള കഥയായതുകൊണ്ട് അത് നാളെ പറയാം, അല്ലെ പിന്നീട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇതങ്ങോട്ടൊന്ന് വിഴുങ്ങ്. ഞാനങ്ങനെ ലൈസൻസ് പുതുക്കാൻ ചെങ്ങന്നൂർ MVD ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന്റെ പരിസരത്തുള്ള ഒരു ഓൺലൈൻ സ്ഥാപനത്തിൽ പുതുക്കാൻ ചെല്ലുന്നു. ഇവിടെ ചെന്ന് അവർ കുറെ നേരമായിട്ട് അതൊക്കെ ഇട്ട് അഭ്യാസം കളിക്കുന്നുണ്ട്. ആ അഭ്യാസ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷെ ഞാൻ നോക്കിയപ്പം അവിടെ ആ എൻട്രി ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്നിടത്ത് 4 വശം ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, KFI ഫ്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വൈഫൈ ഫ്രീ ആണെന്ന്, സൗജന്യമാണെന്ന്. ഓ ശരി, എന്നാ സൗജന്യമാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ അണ്ണാക്കിലോട്ട് ഇട്ട് തരാമെന്ന് കണ്ടു കഴിഞ്ഞപ്പം വൈഫൈ ഓൺ ആക്കിയപ്പോൾ അങ്ങോട്ട് ഓൺ ആകുന്നില്ല. 1 നോക്കി 2 നോക്കി. അപ്പൊ അവിടെ നിന്ന ഒരു മുഴുത്ത മോനോട് ഞാൻ ചോദിച്ചു, വൈഫൈ കിട്ടത്തില്ലയോ? കിട്ടും സാറേ, കിട്ടും, ശ്രമിച്ചാൽ മതി. പിന്നെ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അവസാനം ഞാൻ അതിലൊരു ടോൾ ഫ്രീ നമ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും വൈഫൈ ഫ്രീ വെച്ചിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ എടുത്തിട്ട് അർമാദിക്ക്. അപ്പൊ ആ ടോൾ ഫ്രീ നമ്പറിൽ ഞാനൊന്ന് വിളിച്ചപ്പം ഒരു യുവാവാണ് ഫോൺ എടുത്തത്. പറഞ്ഞു, സാറേ 10 മണി മുതൽ ഫ്രീ ആണ്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പം മണി 11 ആകുന്നല്ലോ. അത് നോക്കട്ടെ, പരിശോധിക്കട്ടെ, കാണട്ടെ. സാധാരണ CPM-കാർ പറയുന്ന എല്ലാ ഉടായ്പകളും ആ പയ്യൻ എന്നോട് പറഞ്ഞു. ശരി, സന്തോഷം. ഞാനത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ പോയി. സെക്കൻഡ് ഫ്ലോറിൽ പോകാൻ പറഞ്ഞു. സെക്കൻഡ് ഫ്ലോറിൽ പോയി. പറയുമ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. അവിടെ 2 ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഈ 2 ലിഫ്റ്റ് വെച്ചിരിക്കുന്നത് ആർക്കാണെന്ന് നമ്മളെ പോലുള്ള നടക്കാനാവതില്ലാത്തവർക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഈ പൗരൻ അതിലൊരു ലിഫ്റ്റിന്റെ മുമ്പിലോട്ട് പോയി. അവിടെ ഒരു ഗുണ്ട നിൽക്കുന്നത് കണ്ട് അവന്റെ തോളയിൽ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് സർവീസ്മാൻ ആണെന്ന്, എക്സ് സർവീസ്മാൻ ഗാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അവനോടൊന്ന് ചോദിച്ചു, ഇതേ കയറാൻ പറ്റുമോ? അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. കയറരുതെന്നോ കയറാനോ ഒന്നും പറഞ്ഞില്ല. പിന്നെ കയറാൻ എങ്ങനെ ശ്രമിച്ചു നമ്മുടെ പേര് വല്ല കള്ളക്കേസും ഉണ്ടാക്കി തന്നേരോ എന്ന് കണ്ടിട്ട് പാവക്കാരൻ മിണ്ടാതെ മാറി നിന്ന്. ഇനി ചുമ്മാ ലോഹ്യമൊക്കെ ലോഹ്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചേക്കുന്നത് സിവിൽ സ്റ്റേഷനിൽ നിന്ന് വെച്ചിരിക്കാന്നോ അതോ മുനിസിപ്പാലിറ്റിയോ സർക്കാരോ വല്ലതും വെച്ചേക്കാന്നോ? അത് സർക്കാർ, കേരള സർക്കാർ വെച്ചിരിക്കുക. ആ കേരള സർക്കാർ വെച്ചിരിക്കുകയാണെങ്കിൽ അവനോട് എനിക്ക് പറയാനുള്ളത്, നീ അവിടെ ജോലി ചെയ്യുന്ന സർക്കാർ ഏമാമാരുടെ പിടുക്ക് താങ്ങാനല്ല നിന്നെ അവിടെ നിർത്തിയേക്കുന്നേ. എന്നെ പോലുള്ള 60 വയസ്സ് കഴിഞ്ഞവരെ പ്രായമായവർ വന്നാൽ അവരെ പിടിച്ചാൽ ലിഫ്റ്റേ കയറ്റി അവരെ എത്തേണ്ടടുത്ത് എത്തിക്കാനാണടാ മോനെ നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. നാണമില്ലടാ മായ നിനക്ക്. നീ ഒരു എക്സ് സർവീസ്മാൻ ആണെന്ന് പറയുന്നതിന് എനിക്ക് നാണം തോന്നുന്നടാ. നിന്റെ അവിടുത്തെ ആ നിപ്പും ഭാവം കണ്ടു കഴിഞ്ഞാൽ നീയാണ് ആലപ്പുഴ ജില്ലയുടെ കളക്ടർ എന്ന് തോന്നുമല്ലേ? പാർട്ടി നാണമില്ലടാ നിനക്ക്. ഒരു എക്സ് സർവീസ്മാൻ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അങ്ങനെയാണോ നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്? അവനവിടെ
വരുന്ന ഏമാമാരുടെ സാറുമാരുടെ ഒക്കെ പിടിക്കും സാമാനം ഒക്കെ താങ്ങി മെഴുകി കൊടുക്കുന്നത് ഞാൻ കണ്ട്. പക്ഷെ ഈ ഉള്ളവന് ആ ലിസ്റ്റിൽ ഒന്ന് കയറണമെന്നുള്ള മോഹം കൊണ്ട് സ്വപ്നമാണ്. നമ്മുടെ സർക്കാർ പണിഞ്ഞു വെച്ചേക്കുന്നതല്ലേ, അത് അവന്റെ അമ്മായിക്ക് തീരെഴുതി വെച്ചേക്കുന്നതല്ല. നമ്മളെ പോലുള്ള പാവപ്പെട്ടവന്റെ കാശ് ഉപയോഗിച്ച് പാവപ്പെട്ടവന് ആ ലിസ്റ്റിലൂടെ ഒന്ന് കൊണസാരിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അതിന് കയറാൻ ചെന്നടനെയാണ് അവന്റെ ആ നിപ്പും പാവമൊക്കെ ആ വിരിഞ്ഞൊരു നിപ്പ്. എടാ മോനെ, നാണമില്ലടാ. അതിന് നല്ലത് പോയി തെണ്ടി തിന്നടാ പൂല്ലേ. നീ എക്സ് സർവീസ്മാൻ ആണെന്നും പറഞ്ഞ് തോളയിൽ കോപ്പും വെച്ചുകൊണ്ട് മലന്ന് നിൽക്കുന്നു. അതോ ഞങ്ങളൊക്കെ നെഞ്ചത്ത് പറ്റിയത് എഴുതി വെച്ചുകൊണ്ട് വരണമായിരുന്നോ നിനക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ എന്ന് തന്നെയാണ് നിന്നോട് ചോദിക്കുന്നത്. നീ ഏത് ഞാറ്റിൽ നിന്നാടാ വന്നത്? നിന്നെ ആരാടാ എക്സ് സർവീസ്മാൻ ആക്കിയത്? നാണമില്ലാത്ത തെണ്ടികളെ. നിനക്ക് മാതൃകയായിട്ട് ഞാനൊരാളെ പരിചയപ്പെടുത്താം. ആ സമയത്ത് അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, ഒരു സർവീസിലുള്ള DYSP. ഇപ്പൊ അദ്ദേഹം പാലക്കാട് DYSP ആണ്. അദ്ദേഹത്തിന്റെ മകളുടെ ലൈസൻസിന് വേണ്ടിയാണ് അവിടെ വന്നിരുന്നത്. എടാ, ആ മനുഷ്യന്റെ രീതിയും സ്വഭാവവും ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്ന രീതിയും നീ ഒന്ന് കണ്ടുപഠിക്കടാ എക്സ് സർവീസ്മാനെ. നിനക്ക് നാണമില്ലടാ പട്ടിക്കഴിവരുടെ മോനെ എക്സ് സർവീസ്മാനാന്ന് പറയാൻ. നിന്റെ തോളെ കോപ്പുണ്ടാക്കി വെച്ചേക്കുന്നതാ എക്സ് സർവീസ്മാൻ്റെത്. എന്നിട്ട് നീ സാധാരണക്കാരോട് ബിഹേവ് ചെയ്യുന്നത് നിന്നെ ജനാധിപത്യം പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണത്. ആ DYSP അവിടെ നിന്ന് എന്നോട് എങ്ങനെയാണ് സംസാരിച്ചതെന്ന്, ഞാനും അദ്ദേഹമായിട്ട് എന്തൊക്കെ സംസാരിച്ചെന്ന്, എത്ര നേരം സംസാരിച്ചെന്നും ഒക്കെ നീ കണ്ടതാണ്. എടാ, കണ്ടുപഠിക്കടാ അവരെയൊക്കെ. ഇന്ന് അയാൾ DYSP ആണ്. യാതൊരു തലക്കനോ ഇല്ലാതെ, യാതൊരു തണ്ടുകനോ ഇല്ലാതെ, യൂണിഫോമിന്റെ പവർ ഇല്ലാതെ എത്രയോ സമയം നിന്ന് ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു. അദ്ദേഹത്തിന്റെ മോളെ കണ്ടുടാ, നീ കണ്ടവളെ. ആ കുഞ്ഞൊക്കെ എത്ര സൗമ്യമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവളോട് ഞാൻ കുറെ നേരം സംസാരിച്ചു. നീ ഒക്കെ അവരെ കണ്ടുപഠിക്കണം. അതല്ലാതെ എക്സ് സർവീസ്മാൻ എന്ന് പറഞ്ഞാടാ ഉണ്ടച്ചി മോനെ, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനുള്ളതല്ല നിനക്ക് എക്സ് സർവീസ്മാൻ ലൈസൻസ് തന്നേക്കുന്നത്. കേട്ടോടാ തെണ്ടി, നിന്നെ ഏത് താടിയാടാ പിടിച്ച് അതാ കയറ്റി വെച്ചേക്കുന്നത്. അവന് വേണം ആദ്യം തല്ലു കൊടുക്കാൻ എക്സ് സർവീസ്മാൻ എന്ന് പറയാൻ നടക്കുന്നത് പാർട്ടി കഴിവരുടെ മക്കള്. ഇത്രയും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ് സർവീസ്മാനിന് മോക്ഷം കിട്ടത്തില്ല, സാമാന്യ മോക്ഷം കിട്ടത്തില്ല. എടാ, എന്നെ പോലെ പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ട് നല്ല ഗെറ്റപ്പിന് വന്ന് എന്റെ അടുത്ത് നീ കുറച്ച ബിഹേവ് ആണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ ലുങ്കിയും കൈലിയും കൊടുത്ത് അല്ലെ ചെരുപ്പില്ലാതെ വരുന്ന സാധാരണക്കാരും പാവങ്ങളുടെ അടുത്ത് നീയൊക്കെ എങ്ങനെയാടാ ബിഹേവ് ചെയ്യുന്നത്? ഇത്രയും വലിയ ആളായിട്ട് വന്ന് എന്റെ അടുത്ത് നീ ആ മറ്റേ പണി കാണിച്ചെന്നുണ്ടെങ്കിൽ പാവങ്ങളുടെ അടുത്ത്, അവിടെ വരുന്ന സാധുക്കളുടെ അടുത്ത് നീ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? നീ ആരടാ മയിലേ? എടാ, തെണ്ടി തിന്നുന്ന ഇതിനെക്കാട്ടി വെച്ചോണ്ടാ നീ അവിടെ ഒരു സെക്യൂരിറ്റി പണി ചെയ്യുന്നെന്ന് പറഞ്ഞ് വരുന്നവരുടെ തോളെ കയറാനാണോ നിൽക്കുന്നത്? നിന്റെ നിപ്പും പാവം ഒക്കെ കുടിച്ചു വെച്ചിട്ട് മയിലേ അവിടുന്ന് നീ കൊണ്ട് കേസ് കൊടുക്കടാ. ഞാൻ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. നാണമില്ലാത്ത തെണ്ടി. എടാ, എക്സ് സർവീസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൂടെ അഭിമാനമാകണം. നീ എങ്ങനെയാണോ മറ്റുള്ളവർക്ക് അഭിമാനമാകുന്നത്? എനിക്ക് നിന്നെ കണ്ടിട്ട് ഓക്കാനിക്കാൻ വന്ന് നാണമില്ലടാ നിനക്ക് എക്സ് സർവീസ്മാനാന്ന് പറയാനാ? അതെടുത്ത് തോളെ കയറ്റി വെച്ച് കുത്തിക്കൊണ്ട് നിൽക്കാനേ. ഇത്രയും നിന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. കാര്യം ഞാൻ ഈ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തായതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഞാൻ ഈ വൈഫൈയുടെ കണക്ഷൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ടാണ് അവിടെ വിളിച്ച് രക്ഷയില്ല. ഇന്ന് ഇതിന് തൊട്ട് മുമ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ടോൾ ഫ്രീ നമ്പറിൽ അഗൈൻ വിളിച്ചു. ഒരു പെൺകുട്ടിയാണ് ഫോൺ എടുത്തത്. അത് വളരെ സൗമ്യമായിട്ടൊക്കെ സംസാരിച്ചു. ഹലോ മാഡം, ഈ ചെങ്ങന്നൂർ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഗവൺമെന്റ് ഓഫീസുകളുടെ ഒരു കോംപ്ലക്സ് ആണ്. അവിടെ ഫ്രീ വൈഫൈ എന്നും പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ട് ഈ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ബന്ധപ്പെടാൻ. പക്ഷേ യൂസ് ചെയ്യേണ്ട രീതിയല്ലേ പറയട്ടെ? എന്തോ യൂസ് ചെയ്യേണ്ട രീതിയല്ലേ, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്? യൂസ് ചെയ്യാൻ പോയിട്ട് മാഡം അതിന്റെ വൈഫൈ കിട്ടിയാലല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കണക്ട് ചെയ്യാനൊക്കെ അത്യാവശ്യം എഴുത്തും വായനയൊക്കെ അറിയാവുന്ന ആള് തന്നെ. അവിടെ 4 വശം ഭിത്തിയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ വൈഫൈ എന്ന്. പക്ഷെ എവിടെയും കിട്ടിയില്ല. അതെന്താണെന്നറിയാനാ വിളിച്ചത്.
ഞാൻ പറഞ്ഞുതരാം അങ്ങനെ തന്നെയല്ലേന്ന് നോക്കിയത് മാഡം ഇത് കൺഫേം ചെയ്യാം. വൈഫൈ എവിടെ ഉണ്ടെങ്കിലും ഇത് ഓട്ടോമാറ്റിക് ഇതിനകത്ത് കാണിക്കും. ആ പരിസരത്തുള്ളവരെ എല്ലാം കാണിക്കും. അത് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ യൂട്യൂബറാണ്. അത്യാവശ്യം ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നവരായിട്ട് തന്നെ ചോദിക്കുന്നത്. പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെ ഫ്രീ വൈഫൈ കിട്ടും മാഡം? ഇപ്പം ഞാൻ എയർ ഫൈബറിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ജിയോ എയർ ഫൈബർ എന്ന് പറയും. അതിൽ 10 പേർക്ക് ഫ്രീ വൈഫൈ അതിനകത്തുള്ളതാണ്. ആ വഴിയെ പോകുന്നവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്ര വലിയ ബോർഡും ഒക്കെ എഴുതി വെച്ചിട്ട് ആ വൈഫൈ ആർക്ക് കിട്ടാനാ? എന്ത് കിട്ടാനാ? സിവിൽ സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇരുന്നവർക്ക് വൈഫൈ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റ്ലി എല്ലാരും കണക്ട് ചെയ്യാറുണ്ട്, യൂസും ചെയ്യാറുണ്ട്. മാഡം ആരും കണക്ട് ചെയ്യാറൊന്നുമില്ല. നിങ്ങളുടെ ആ ഓഫീസിൽ ഇരിക്കുന്ന അവരെല്ലാം കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ആരുടെ ഓഫീസിലാണ് വെച്ചേക്കുന്നത് അവർ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. വേറെ ആർക്കും ഒന്നും കിട്ടുന്നില്ല, പബ്ലിക്കിനൊന്നും കിട്ടുന്നില്ല. ഒരു കാര്യം ഒന്നും കൂടെ ബ്രൗസ് ഹിസ്റ്ററി ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് അതല്ലേ പണി. നമ്പർ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ? മേ ബി മാക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. എന്റെ നമ്പർ പറഞ്ഞു തന്നിട്ട് എന്തിനാ? പിന്നെ ഗുണ്ടകളെ പറഞ്ഞു വിടാനാണോ എന്റെ വീട്ടിലോട്ട് തല്ലാന്? പിന്നെ എന്താ മാഡം? മാഡം ഞാൻ എന്റെ ആ നമ്പറിൽ നിന്നാണ്, ഞാൻ ഇന്നലെ ഉപയോഗിക്കാൻ ശ്രമിച്ച നമ്പറിൽ നിന്നാണ് നിങ്ങളെ ഇപ്പോൾ വിളിക്കുന്നത്, നിങ്ങളുടെ ടോൾ ഫ്രീയിൽ. ഇതിനൊന്നും സംവിധാനമില്ലാതെ നിങ്ങളുടെ സർക്കാരും നിങ്ങൾ കുറെ ആൾക്കാരും കൂടെ കുറെ ഗീർവാണം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്? അത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഫ്രീ ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്. അവിടെ എങ്ങും ഞാനൊന്നും കണ്ടില്ല. ഞാൻ ആ സിവിൽ സ്റ്റേഷനിലെ 4 ഫ്ലോറിൽ കയറി ഇറങ്ങി, എങ്ങും ഞാൻ കണ്ടില്ല അവിടെ ഫ്രീ വൈഫൈ. അന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അവിടെ വിളിച്ചപ്പോൾ വേറെ ചെറുപ്പക്കാരുണ്ടാണ്, ആമ്പിളാരുണ്ടാ ഫോൺ എടുത്ത്. അവർ എന്നോട് പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ കയറിയേ കിട്ടുമെന്ന്. വെറുതെ 65 വയസ്സുള്ള ഞാൻ ഫസ്റ്റ് ഫ്ലോർ കയറിപ്പോയത് മാത്രം മിച്ചം. പക്ഷെ അവിടെയും കിട്ടിയില്ല. വൈഫൈ കണക്ട് ചെയ്ത നമ്പർ ഒന്ന് എനിക്ക് പറഞ്ഞുതരുമോ? ഞാൻ ചിലപ്പോൾ എന്റെ വാലിഡേഷൻ എന്തെങ്കിലും അത് ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്യണം. മാഡം ഇംഗ്ലീഷ് ഒന്ന് നോക്കാൻ വേണ്ടിട്ടാ. ആയിക്കോട്ടെ. എന്റെ നമ്പർ എവിടെ നിന്ന് ലീക്ക് ആകുമോ? അവസാനം CPM-കാര് DFI-കാരും ഒക്കെ എന്റെ വീട്ടിൽ കയറുമോ തല്ലാനെ? അയ്യോ ഒന്നുമില്ല, ഞാൻ അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ആളാണ്. ആർക്കറിയാം? സാധാരണ ഇത്തരം കെടുകാര്യസ്ഥതയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ പിന്നെ ആളെ പറഞ്ഞ് വീട്ടിൽ വിടുകയാണ് ചെയ്യുന്നത്. പേടിയാ, ഭയം കൊണ്ടാ. വയസ്സായി 10-65 വയസ്സിനൊക്കെ CPM-കാരെ തല്ലുകൊള്ളാൻ പറ്റുമോ? ആ പേടി കൊണ്ടാ, തരാൻ പേടി. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന എന്നാ ശരിക്കും പേടിക്കണം. നിങ്ങളൊക്കെ ഇതിന്റെ ആൾക്കാരല്ലേ, അപ്പം പിന്നെ നിങ്ങളെ പേടിച്ചേ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ? നാടിന്റെ അവസ്ഥ ഏതാ? അതുകൊണ്ടാ പേടി. ഈ 65 എന്റെ കുഞ്ഞ് 65 വയസ്സുള്ള എനിക്ക് നാട്ടുകാരുടെ തല്ല് പേടിക്കാൻ പറ്റുമോ? ഈ പാർട്ടിക്കാർ ചെറുപ്പക്കാരൊക്കെ DYFI-കാരെന്നും പറഞ്ഞ് വന്ന് വീട്ടിൽ കയറി തല്ലുവല്ലേ ചെയ്യുന്നേ? പേടിയാ, അതുകൊണ്ടാ. എന്നാലും മോള് തൽക്കാലം എന്റെ നമ്പരൊന്നും മേടിക്കണ്ടോ? നമ്പർ പറയാൻ എനിക്ക് പേടിയാ. ആ നമ്പർ പറഞ്ഞെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ അടി കിട്ടും. വയസ്സായിരിക്കും. എനിക്കിപ്പോ നിങ്ങള് പ്രായത്തിനും അമ്മമ്മയൊക്കെ എല്ലാരും ഉള്ള ആളെന്നെ ഞാനും. അതൊക്കെ നിങ്ങൾ പറയും, അതൊക്കെ വേറെ സത്യം. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ ആൾക്കാർക്ക് പേടിയാ. പോലീസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകെ അടി വീട്ടിൽ വരും. അതാ കേരളത്തിലെ നാട്ടിലെ അവസ്ഥ. പിന്നെ എങ്ങനെയാന്ന് പറ. ഇപ്പൊ കൊച്ചു പറയുന്നത് ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുന്നത്. ഓക്കെ, ഞാനത് വിശ്വസിക്കാം. ചിലപ്പോൾ കൊച്ചിനെ എനിക്ക് വിശ്വസിക്കാം. പക്ഷെ അവിടുന്ന് ഈ നമ്പർ ലീക്കായി പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. വീട്ടിൽ കയറി തല്ലും ആൾക്കാർ. എന്തായാലും പോട്ടെ, ഞാൻ നമ്പരൊന്നും തരുന്നില്ല. അത് മക്കളൊന്ന് പരിശോധിക്ക്. അവിടെ അങ്ങനെ വൈഫൈ കൊടുക്കുന്നുണ്ടോ, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. അവിടെ ഒന്നും ഇല്ല. അതൊരു സത്യമാണ്. ആ സത്യം ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. ഇത് എവിടെ സ്ഥലം എന്നാ പറഞ്ഞേ? ചെങ്ങന്നൂര്. സിവിൽ സ്റ്റേഷനാ? ചെങ്ങന്നൂർ സിവിൽ സ്റ്റേഷനിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അവിടെ 4 വശം ഭിത്തി. 4 വശം ഭിത്തിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കാണ്. പിന്നെ വൈഫൈ ഫ്രീ ആണെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെയും കിട്ടിയില്ല. അപ്പം പിന്നെ അന്ന് ആ സമയത്ത് വിളിച്ചിട്ട് ആരോ എനിക്ക് ഒരു അഡ്വൈസ് തന്നു, ഫസ്റ്റ് ഫ്ലോറിൽ കയറി നോക്കാൻ. ഞാൻ 65 വയസ്സുള്ള നടക്കാൻ വയ്യാതെ ഞാൻ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കയറിപ്പോയി. അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല. എന്നാലും പിന്നെ അത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്ത് ഫ്രീ ആണെങ്കിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യില്ലേ? ബോർഡൊക്കെ എടുത്ത് മാറ്റാൻ പറ.
ഫ്രീ തന്നെയാണ്, ആൾക്കാർ യൂസ് ചെയ്യുന്നവരുണ്ട്. ആര് യൂസ് ചെയ്യുന്നു മാഡം? അവിടെ ഓഫീസിൽ മാഡം ഒരു രഹസ്യം പറയട്ടെ. ഹലോ ഹലോ, പറഞ്ഞോ. ഹലോ. ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇരിക്കുന്ന, അതായത് ഓഫീസ് ടൈമില്ലേ, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, ആ ടൈമിൽ എൻ്റെ യൂട്യൂബ് ചാനലിന് ഭയങ്കര വ്യൂസാണ്. കാര്യം സർക്കാർ ഓഫീസുകളിലൊക്കെ ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഭയങ്കര വ്യൂസ് വരുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രഹസ്യ പുറത്തൊക്കെ പറയരുതേ. പറഞ്ഞ സർക്കാർ ഓഫീസുകളൊക്കെ പേര് കൂട്ടും. ഫ്രീ ആണെങ്കിൽ ഫ്രീ കൊടുക്കുക, ഇല്ലെങ്കിൽ ബോർഡ് എടുത്ത് മാറ്റുക, ഇല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യും. വീഡിയോ ചെയ്ത് നാറ്റിക്കും. അത് കെ ഫോണാണോ, KFI ആണോ, അല്ലെങ്കിൽ പിണറായി ആണോ, പിണറായിയുടെ അപ്പൻ്റെ ആണോ, ഇതൊന്നും എനിക്കറിയണ്ട. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഫ്രീ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ബോർഡ് വെക്കാൻ പാടില്ല. ഓക്കെ മാഡം? ആ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ നാട്ടിച്ചിരിക്കും. നാട്ടിക്കാൻ വേണ്ടി തന്നെയാണ് കുഞ്ഞെ വിളിച്ചത്. ശരി എന്നാ, താങ്ക് യു. സന്തോഷമായി. പക്ഷേ അത് ഫോൺ നമ്പർ ചോദിച്ചു, കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അത്യാവശ്യം ഫോൺ നമ്പർ എടുക്കാനൊക്കെ അവരുടെ ഈ സംവിധാനമുണ്ട്. ടോൾ ഫ്രീ നമ്പറിലോട്ട് നമ്മൾ വിളിച്ചാൽ നമ്മുടെ ഫോൺ നമ്പർ അവർക്ക് കിട്ടില്ലേ? കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നതിന്റെ അർത്ഥം ആ ഓഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും. എന്നിട്ട് ഈ പിണറായിയുടെ വാലുകളുടെ ഒക്കെ താങ്ങിക്കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും കുറെ ഊളകള് ഇപ്പൊ പറയുന്നത് 3ാം ഭരണം വരുമെന്നാ പറയുന്നത്. ആ 3ാം ഭരണത്തിന് വേണ്ടി ചുമ്മാതെ പേപ്പറിൽ എഴുതി വൈഫൈ ഫ്രീ എന്ന് പറയുന്ന ബോർഡ് എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങൾ താങ്ങിക്കൊടുത്താന്ന് പറയാന് നാണമില്ലടാ നിനക്കൊക്കെ.